എൻ്റെ എല്ലാ SSLC മക്കൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹിന്ദി പരീക്ഷ അടിച്ച് പൊളിച്ച് എഴുതി വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ, അതുപോലെ അലൻ സാറിന് ഇൻസ്റ്റാഗ്രാമിൽ, എനിക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി എക്സാം അടിപൊളിയായിട്ട് പോയി, ഷമീം സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് വന്നത്, വളരെ ഈസി ആയിട്ട് പോയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും പരീക്ഷ എളുപ്പമായിട്ടാണ് പോയെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, തീർച്ചയായും നിങ്ങൾ അറിയിച്ചിരിക്കണം. നിങ്ങൾക്ക് എളുപ്പം ആയിട്ടാണ് പോയത്, അത് എക്സാമിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും അറിയിക്കണം. ഇനി മക്കളെ, നെക്സ്റ്റ് നമുക്ക് നേരിടാനുള്ള പരീക്ഷ SSLC കെമിസ്ട്രി ആണ്. അപ്പോൾ കെമിസ്ട്രി പരീക്ഷയിൽ ഫുൾ മാർക്കും അല്ലെങ്കിൽ A+ എന്തായാലും ഉറപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഇന്ന് വൈകുന്നേരവും നാളെ ഒരു മൊത്തം ദിവസവും മറ്റന്നാൾ രാവിലെയും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് പരീക്ഷയിൽ മുഴുവൻ മാർക്കും അല്ലെങ്കിൽ A+ എന്തായാലും ഉറപ്പിക്കാനുള്ള സ്റ്റഡി പ്ലാനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം ഇന്ന് വൈകുന്നേരം മുതലുള്ള സ്റ്റഡി പ്ലാനാണ്. ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ കുറേ ടേബിളിലാക്കി കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. റിലാക്സ് ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിൽ വന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കുറേ റിലാക്സ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഇന്നെന്ന് പറഞ്ഞൊരു ദിവസം നിങ്ങൾ യൂസ്ഫുൾ ആക്കണം. പല കുട്ടികളും ആ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ള ആ വൈകുന്നേരം എന്ത് ചെയ്യും, വെറുതെ ഉഴപ്പിയൊക്കെ കളയും. പിന്നെ അടുത്ത ദിവസം പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ അതിനുള്ള സമയം നമുക്ക് ബാക്കിയില്ല, പ്രത്യേകിച്ച് കെമിസ്ട്രി പോലത്തെ ഒരു പരീക്ഷയിൽ. സോ ഇന്ന് നമ്മൾ നല്ല യൂസ്ഫുൾ ആക്കും. അപ്പോൾ ഇന്ന് വെനസ്ഡേ ഈവനിങ് നമുക്ക് സമയമുണ്ട്. 4 മണിക്ക് നിങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ രീതിയിൽ. 4 മണി മുതൽ 7:30 മണി വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങൾ ഓൾറെഡി ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പഠിച്ച ചാപ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ധാരണയുണ്ടാവും. ആ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് വീഡിയോസ് കിട്ടും. നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വീഡിയോസിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ലൈവ് ക്ലാസ്സിനെക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വരുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ ഇന്ന് കുറച്ച് വീഡിയോസ് വരുള്ളൂ. ആ കുറച്ച് വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണാം, പെട്ടെന്ന് കാണാം. ഈ വീഡിയോസ് എങ്ങനെ കാണണമെന്ന് ഞാൻ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക. നിങ്ങൾ കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കാണാം. എന്നിട്ട് വൈകുന്നേരം കൃത്യം 7:30 മണിക്ക് നമ്മുടെ സ്വന്തം മിഥിലാമസ് വരുന്നതായിരിക്കും ലൈവ് ക്ലാസ്സുമായിട്ട്, മാരത്തോൺ ലൈവ് ക്ലാസ്സുമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ. ഓക്കെ, അപ്പോൾ മുഴുവൻ ചാപ്റ്റേഴ്സ് 7 ചാപ്റ്റേഴ്സും എടുത്തിട്ട് ആ 7 ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഇന്നത്തെ ലൈവ് റിവൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഇന്നത്തെ ലൈവ് മിസ് ചെയ്യരുത്. കാരണം ഏറ്റവും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ ലൈവിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനിയിപ്പം 7:30 മുതൽ ഒരു 9:30-10 മണി വരെ ആയിരിക്കും ലൈവ് ഉണ്ടാകാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ വീണ്ടും എണീക്കുക. തേഴ്സ്ഡേ ഒരു കംപ്ലീറ്റ് ഡേ നമ്മുടെ കയ്യിലുണ്ട്. ആ കംപ്ലീറ്റ് ഡേ നിങ്ങൾ എന്തായാലും വളരെയധികം നിങ്ങൾ യൂസ്ഫുൾ ആക്കിയേ പറ്റുള്ളൂ. ഓക്കെ, റെഡി? അപ്പോൾ രാവിലെ 8 മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങുന്നു. ഏകദേശം 1 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരു സ്റ്റഡി ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ സ്റ്റഡി ബ്ലോക്കിൽ നിങ്ങൾ, എൻ്റെ അഭിപ്രായം ഇതാണ്, 5, 6, 7 ചാപ്റ്റേഴ്സ്. അപ്പോൾ 1, 2 നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ തീർക്കുക. നാളെ നിങ്ങൾ 5, 6, 7 ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പലരും ഈ 6, 7 ഓർഗാനിക് കെമിസ്ട്രി വരുന്ന 6, 7 അത്ര നന്നായിട്ട് പഠിക്കാത്തവരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തായാലും ആ രാവിലെ തന്നെ ആ പരിപാടി തീർക്കണം. വൈകുന്നേരത്തേക്ക് വെച്ചാൽ ടെൻഷനാവും. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 5, 6, 7 ചാപ്റ്റേഴ്സ് തീർക്കുന്നു. ഏകദേശം നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 5 മണിക്കൂറോളം ഉണ്ട്. 5 മണിക്കൂർ നിങ്ങൾ ബ്രേക്കൊക്കെ എടുത്ത് ചെയ്യുക. അതുകൂടാതെ 8 മണി മുതൽ നാളെ രാവിലെ കുറേ വീഡിയോസ് വരും. ആ വീഡിയോസ് ഒക്കെ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിരിക്കും. നിങ്ങൾ 1 മണിക്കൂർ വെറുതെ നിങ്ങളുടെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എടുത്ത് പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ 10 മിനിറ്റ് വീഡിയോ. സോ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഒരു ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ചെറുതായിട്ടൊക്കെ ഒരു നാപ്പൊക്കെ എടുത്ത് 2 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. 2 മണി മുതൽ 6 മണി വരെ വീണ്ടും ബ്രേക്കൊക്കെ എടുത്തിട്ട് തന്നെയാട്ടോ പറയുന്നത്, അല്ലാണ്ട് ഒറ്റയടിക്ക് പഠിക്കാനല്ല പറയുന്നത്. 3, 4 ചാപ്റ്റേഴ്സും തീർക്കുക. പ്ലസ് ബാക്കി വരുന്ന വീഡിയോസ്, രാവിലെ കാണാൻ പറ്റാത്ത വീഡിയോസൊക്കെ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം വീഡിയോസ് വരും. ആ വീഡിയോസ് കണ്ട് തീർക്കുക. വീഡിയോസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, പെട്ടെന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ എല്ലാ കാര്യങ്ങളും വരും. ഇപ്പം ഒരു ചാപ്റ്റർ നിങ്ങൾ 1 മണിക്കൂറാണ് 1.5 മണിക്കൂർ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ 10 മിനിറ്റ് കൊണ്ടായിരിക്കും നമ്മുടെ മിഥിലാമസ് വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്ന് അത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോവില്ല. അടുത്ത ദിവസം പരീക്ഷയിൽ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും. എന്നിട്ട് വൈകുന്നേരം കൃത്യം 7:30 വീണ്ടും വരിക. 50 ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ആയിരിക്കും. അതായത് പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ചോദ്യങ്ങളായിരിക്കും.
ഈ 50 ചോദ്യങ്ങളിൽ അല്ലാണ്ട് വേറെ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷയിൽ കാണില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്ന് നാളത്തെ ലൈവിൽ 7:30 മണിക്ക് നമ്മുടെ മിഥില മിസ് വന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതോടെ നാളത്തെ ദിവസം കഴിഞ്ഞു. നിങ്ങൾ ആക്ച്വലി എല്ലാ ചാപ്റ്റേഴ്സും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ 2 ലൈവിലായിട്ട് പങ്കെടുക്കുകയും ബാക്കിയുള്ള വീഡിയോസ് കാണുകയും നിങ്ങളുടെ പ്രിപ്പറേഷൻ നാളെ ആകുമ്പോഴത്തേക്കും ഫുൾ A+ഉം ഫുൾ മാർക്ക് തന്നെ. എൻ്റെ പ്രോമിസ് ഫുൾ മാർക്കാണ് നിങ്ങളിത് ചെയ്താൽ. ഇനി അത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരു 80% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂവെങ്കിൽ A+ തന്നെ കിട്ടും, അതിലൊരു സംശയമില്ല. പക്ഷേ ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളത്തോടെ നമ്മൾ ഫുൾ പ്രിപ്പറേഷൻ കഴിയുന്നു. മറ്റന്നാൾ രാവിലെ നിങ്ങൾക്ക് അറിയാലോ കൃത്യം 6:30 നിങ്ങൾ വരുമ്പോൾ ഫൈനൽ ബൂസ്റ്റർ ലൈവ് ഉണ്ടാവും. ആ ഫൈനൽ ബൂസ്റ്റർ ലൈവിൽ പഠിച്ച 7 ചാപ്റ്റേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്തെടുക്കുന്നു. നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ട കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ മിഥില മിസ് തരുന്നു. നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് കയറി ചെല്ലുന്നു. ഫുൾ മാർക്ക് അല്ലെങ്കിൽ മിനിമം ആ A+ നിങ്ങൾ വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് മാറ്റാം. നിങ്ങൾക്ക് ഇന്ന് സാർ എനിക്ക് ഫസ്റ്റ് 2 ചാപ്റ്റർ പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റാം. അതൊന്നും കുഴപ്പമില്ല കാര്യമില്ല. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഡോണ്ട് ഓവർ വർക്ക്. നിങ്ങൾ ഓവറായിട്ട് ഇങ്ങനെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 8 മണി മുതൽ 1 മണി വരെ പഠിക്കാൻ. ആ 8 മണി മുതൽ 1 മണി വരെ നിർത്താണ്ട് പഠിക്കാനൊക്കെ പോയാൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഫുൾ ടെൻഷൻ ആവും, നിങ്ങളുടെ ഫുൾ മൈൻഡൊക്കെ ഫുൾ ക്ലട്ടേർഡ് ആവും, നടക്കില്ല. അപ്പോൾ റിലാക്സ് ചെയ്ത് ബ്രേക്ക് എടുത്ത് ചെയ്യുക. ഒരു 40 മിനിമം ഒരു 40 മിനിറ്റ് കൂടുമ്പോൾ പഠിക്കാനിരുന്ന് 40 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ബ്രേക്കെങ്കിലും എടുക്കണം, അല്ല 5 മിനിറ്റ് ബ്രേക്കെങ്കിലും എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, കീപ് ടൈം ഫോർ റിലാക്സേഷൻ. അപ്പോൾ നിങ്ങൾ ആ 8 to 1 മണി വരെ നിങ്ങൾ ടൈം ടേബിൾ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് 8 to 8:40 വരെ ഞാൻ പഠിക്കുന്നു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. പിന്നെ വീണ്ടും 8:50 മുതൽ 9:45 വരെയോ അല്ലെ 9:50 വരെയോ അടുത്ത പഠിക്കുന്നു. നിങ്ങൾ വീണ്ടും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. റിലാക്സേഷൻ വേണ്ടി ടൈം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പഠനം ശരിയാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഡോണ്ട് വാച്ച് റാൻഡം യൂട്യൂബ് വീഡിയോസ്. മക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ പല വീഡിയോസ് യൂട്യൂബിൽ വരുമായിരിക്കും. ഇങ്ങനെ 5 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ഫുൾ A+ കിട്ടാൻ വേണ്ടി ഈ ഒരൊറ്റ വീഡിയോ കാണാം. മക്കൾ, ആ നല്ല വീഡിയോസാണ്. ഓക്കെ, നല്ല വീഡിയോസാണ്. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ടും ഫുൾ A+ വാങ്ങേണ്ട ഒരു കുട്ടിയാണ്, നിങ്ങൾ ഫുൾ മാർക്കൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ്, വെറുതെ അതൊന്നും കണ്ട് സമയം കളയരുത്. ഓക്കെ, നിങ്ങൾ ഒന്നും പഠിക്കാണ്ട് ജസ്റ്റ് പാസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ അത് കണ്ട് സമയം കളയുന്നതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. അതിനേക്കാളും നല്ലത് എന്താണ്, നിങ്ങൾ കൂടുതൽ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും പിന്നെ നിങ്ങളുടെ നോട്ട്സുകൾ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ തന്ന നോട്ട്സ് ആയിരിക്കും, നമ്മുടെ എക്സാമിനറിൻ്റെ SSLC റിവിഷൻ ബാച്ചിൻ്റെ നോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്ന നോട്ട്സ് ആയിരിക്കും. അതിൽ പഠിക്കുന്നതായിരിക്കും സ്കൂൾ സമയം. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. വെറുതെ റാൻഡം വീഡിയോസ് ഈ പരീക്ഷാ ദിവസങ്ങളിൽ കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, റാൻഡം വീഡിയോസ് കേട്ടോ. നിങ്ങൾ ഇതിന് മുൻപൊക്കെ 1 മാസം 2 മാസം മുമ്പാണ് നല്ലതാണ് കാണുന്നത് അങ്ങനത്തെ. പക്ഷേ ഈ പരീക്ഷ തലേന്ന് കണ്ടിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നെക്സ്റ്റ്, ഡോണ്ട് കീപ് റീഡിങ് നോട്ട്സ് ഓർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് വെറുതെ വായിച്ചുകൊണ്ടിരിക്കല്ലേ, ടെക്സ്റ്റ് ബുക്കും വെറുതെ തുറന്നിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇനിയുള്ള ദിവസം ഇന്ന് നാളെയായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് പരീക്ഷയിൽ എങ്ങനെയായിരിക്കും ചോദ്യമായിട്ട് വരിക. ഇത് ചോദ്യമായിട്ട് വന്നാൽ എനിക്ക് അതിനെ എഴുതാൻ പറ്റുമോ? നിങ്ങൾ മനസ്സിലായാൽ പോരാ, നിങ്ങൾക്ക് ആ എഴുതി വെച്ച കാര്യം വായിച്ച് മനസ്സിലാക്കിയാൽ പോരാ, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം, നിങ്ങൾ SSLC എക്സാമിനർ റിവിഷൻ ബാച്ചിലൊക്കെ എൻറോൾ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ PYQ നോട്ട്സ് ഒക്കെ ഉണ്ടാവും. ആ നോട്ട്സൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. ഇനി നിങ്ങൾ യൂട്യൂബിൽ മാത്രം ഫോളോ ചെയ്യുന്ന കുട്ടിയാണ്, നിങ്ങളുടെ സ്കൂളിലെ നോട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ ഇതിന് മുൻപ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, A+ ലെവൽ ക്വസ്റ്റ്യൻ്റെ ലൈവും അങ്ങനെ പല ലൈവുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ നോട്ട്സൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ പഠിക്കണം, മനസ്സിലായില്ലേ? അല്ലാണ്ട് വെറുതെ നോട്ടുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമില്ല. ഈ നോട്ടുകൾ വായിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഇതിൻ്റെ എങ്ങനെയായിരിക്കും ചോദ്യം വരിക, ആ ചോദ്യം വന്നാൽ ഞാൻ എന്താണ് ഉത്തരം കൊടുക്കുക എന്ന് ഉത്തരം എഴുതി നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോന്ന്. ഓക്കെ, പറ്റുന്നില്ല, പഠിക്കണം. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ഉപയോഗിക്കുക. നമ്മുടെ എക്സാമിനറിൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് ഉപയോഗിക്കുക. എന്തിനാണ് പ്ലേലിസ്റ്റ് ഉപയോഗിക്കുന്നത്? വെറുതെ രസത്തിന് പോയിട്ട് വെറുതെ വീഡിയോ ഒന്നും കാണരുത്. നമ്മുടെ എക്സാമിനറിൻ്റെ SSLC കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റ് ഇവിടെ ഉണ്ട്. കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റ് അത് വെറുതെ പോയി ഇരുന്ന് കാണാനല്ല, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേക ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാത്രം പോയിരുന്ന് കണ്ടാൽ മതി, മനസ്സിലായില്ലേ? അത് മാത്രം ക്രോമിയത്തിൻ്റെ ഉണ്ട്, കോപ്പറിൻ്റെ ഉണ്ട്, അത് മാത്രം പോയിരുന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ നോമൻക്ലേച്ചർ മറന്നുപോയി, അതറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാത്രം സെലക്ട് ചെയ്തെടുക്കുക. എന്താണ്ട് ഈ പ്ലേലിസ്റ്റിൽ പോവുക, ആ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ആ ചാപ്റ്റർ എടുക്കുക. ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആ ചാപ്റ്റർ എടുക്കുക. മിസ്സിൻ്റെ ഫുള്ളൊന്നും കാണാൻ നിൽക്കണ്ട, നിങ്ങൾ ആ ഭാഗം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം മാത്രം എടുത്ത് കാണാം. അപ്പോൾ ആ രീതിയിൽ വേണം പ്ലേലിസ്റ്റ് ഉപയോഗിക്കാൻ. അല്ലാണ്ട് എല്ലാ ചാപ്റ്ററും കണ്ട് തീർക്കാനുള്ള സമയമൊന്നും
ഇനിയില്ല. ഓക്കെ, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണ്ട് പ്ലേലിസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ എന്താണ്, നല്ല വെള്ളം കുടിക്കുക. ഞാൻ തന്നെ ഇന്ന് രാവിലെ എണീറ്റിട്ട് രാവിലേക്ക് എനിക്ക് എന്തോ ഒരു സുഖമില്ലാത്തൊരു മുടക്കിയിരുന്നു. പിന്നെ ഞാൻ എന്താണ് ഒന്ന് കുളിച്ച് ഒരു 1/2 കുപ്പി വെള്ളം കൊണ്ട് ഒറ്റ ഇരിപ്പിന് കുടിച്ചു. പിന്നെ എന്താണ് ഫുൾ റെഡി. അതുവരെ ഞാൻ വെറുതെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 1/2 കുപ്പി വെള്ളം കുടിച്ചപ്പോൾ തന്നെ മൈൻഡ് ക്ലിയർ ആയി. പിന്നെ എനിക്ക് ചായയും വേണ്ട, ഒന്നും വേണ്ട, ഫുൾ എനർജി ആയി. പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു മടിയില്ല. ഓക്കെ, അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കണം. നിങ്ങൾ ഓർത്ത് കുടിക്കണം. നിങ്ങളുടെ ടേബിളിൻ്റെ സൈഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വെള്ളത്തിന് കുപ്പിയും കൊണ്ട് വെക്കുക. അത്രയുള്ള സംഭവം. ഓക്കെ, ഇനി അവസാനത്തെ കാര്യം, ഈ യൂട്യൂബിൽ ഞാൻ പറഞ്ഞു നമ്മുടെ എക്സാമിനറുടെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് വരും. ആ വീഡിയോസൊക്കെ എങ്ങനെ കാണണം എന്നും കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ചാനലിൽ എന്താണ് കുറേ വീഡിയോസ് വരും അല്ലേ. ഇനിയിപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് പല വീഡിയോസ് വരും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇടുള്ളൂ, അല്ലാണ്ട് വെറുതെ കോമഡി വീഡിയോസ് ഒന്നല്ല വരാൻ പോകുന്നത്. പക്ഷേ ആ വീഡിയോസ് നിങ്ങൾ വെറുതെ പോയിരുതാ. അതായത് ഫോർ എക്സാമ്പിൾ ഹിന്ദി നിങ്ങൾ എക്സാം കഴിഞ്ഞെങ്കിലും ഈ ക്യാരക്ടറിസ്റ്റിൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ ഇങ്ങനെ ഇരുന്ന് അവസാനം വരെ കാണേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെ നോക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ലൈഡൊക്കെ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് സാറ് പഠിപ്പിക്കുന്നത്. ഇതിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയുമോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഫുൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവാ, ഈ നോട്ട്സൊക്കെ നോക്കിയാൽ മതി. ഓക്കെ കഴിഞ്ഞു, മതി, 2 മിനിറ്റിൽ തീർക്കുക. ഇനി നിങ്ങൾക്ക് അറിയില്ല, ഇതൊന്നും കാണുമ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് അറിയാത്ത അവിടെ നിങ്ങൾ പോസ് ചെയ്യുക. അത് നിങ്ങൾ എൻ്റെ അഭിപ്രായം, ഞാനൊക്കെയാണ് എന്ത് ചെയ്യും, 1.5x 2x ഇട്ട് കാണും. 16 മിനിറ്റിൻ്റെ വീഡിയോ 8 മിനിറ്റിൽ പരിപാടി തീരും. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, നിങ്ങൾ അങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ 1x തന്നെ കാണാം, അല്ലെങ്കിൽ 2x 1.5x ഇട്ട് കാണാം, പരിപാടി തീർക്കുക. ഓക്കെ, ആ രീതിയിൽ കാണുക. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് എന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് നോക്കിയാൽ മതി നോട്ട്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് വീഡിയോ കാണണം. വെറുതെ വീഡിയോ ഇങ്ങനെ വന്നു വെച്ചിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ കാര്യമില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മക്കളെ, കെമിസ്ട്രി എക്സാം കഴിയുമ്പോഴും വീണ്ടും ഇതേപോലെ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കും എത്ര പേർക്ക് A+ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ ആ പറയാൻ സാധിക്കണം, അത് പറയാൻ കഴിയും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ ആരും മറക്കണ്ട, ഇന്ന് 7:30 നമ്മുടെ മിഥില മിസ് ഇറങ്ങുന്നതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ലൈവ് നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി, മിസ്സിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ലൈവ് നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി മിസ് റെഡിയാണ്. സോ എവരി വൺ, നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരിക്കണം. നമ്മുടെ ഇന്നത്തെ ലൈവ് ടാർഗറ്റ് 30K ആണ്. ആ 30K എത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം മക്കളെ. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആ കോൺഫിഡൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിക്കുക, ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് പറ്റുവാണെങ്കിൽ വെക്കുക. പിന്നെന്താണ്, ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അടിച്ച് പിടിച്ച് പഠിക്കും.